ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ല എല്ലാവർക്കും? കാലത്തതായി എണീറ്റ് വന്നേ ഉള്ളൂ കേട്ടാ. പിള്ളേരൊക്കെ ഉറങ്ങാണ്. ഇന്നിപ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ട്. മറ്റന്നാൾ എക്സാം ആണ് കുട്ടികൾക്ക്. മെയിൻ എക്സാം തുടങ്ങായി, കൾച്ചറൽ എക്സാം. അപ്പോൾ അതിൻ്റെ പഠിപ്പ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ശിവരാത്രിയുടെ ഞങ്ങൾക്ക് 3 നാൾക്കുണ്ട് കേട്ടോ ഡാൻസ് പ്രാവശ്യം. അതായത് തൃത്തല്ലൂർ അമ്പലത്തിലാണ്. വൈകിട്ട് 8 മണി തൊട്ടിട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അമ്മൂനും പായനും എന്താ വെച്ചാൽ നമ്മുടെ അമ്പലത്തിലും വന്ന പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ തൃത്തല്ലൂരത്തെ ഡാൻസ് കഴിഞ്ഞിട്ട് വേണം അവർക്ക് നമ്മുടെ അമ്പലത്തിൽ വന്നിട്ട് കളിക്കണം എന്ന് വെച്ചാൽ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ടൊരു 3-4 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അതിനിടയിൽ ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അത്ര പേര് ലൈവിൽ കയറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കയറിയവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് നേരം സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങളെ കമൻറ്റ് ചെയ്യാനൊന്നും ശ്രമിക്കുക കേട്ടോ. കാരണം വീഡിയോസ് കാണുന്നവർ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിപ്പോൾ ലൈവിൽ വന്നാൽ പോലും ആരൊക്കെയാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതിനും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ പറയണത് കേട്ടോ. എന്തായാലും ഇന്ന് കാലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഈ ശബ്ദത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അത് ഉറങ്ങിയിട്ട് വന്നേണ്ടിയാണ് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. ശനി ഞായറൊക്കെ ആകുമ്പോൾ എണീക്കാൻ ഇത്തിരി വൈകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് സമയം 7:30 ആയിട്ടുണ്ട്. ഞാൻ എണീറ്റ് വരുമ്പോൾ പിള്ളേർ 2 പേരും ഉറങ്ങുന്നതാണ്. പായുവിന് 10 മണിയാകുമ്പോൾ ഡാൻസ് ക്ലാസ് ഉണ്ട്. ഇന്നലെ എനിക്ക് 9 മണിക്ക് ഉണ്ടായിരുന്നു കേട്ടോ കാലത്ത്. ഇന്ന് ഞാൻ ശനിയാഴ്ചയാണെന്നാണോ നേരത്തെ പറഞ്ഞത്? അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നു. ഇന്ന് സൺഡേ ആണ് കേട്ടോ. സൺഡേ വ്ളോഗ് തന്നെയാണ് ഈ കാണുന്നത്. അപ്പം നമുക്ക് പല്ലേച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് പോവാം കേട്ടോ. ഇന്നലെ വൈകുന്നേരം പാവിന് ഡാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 7 മണി ഒക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. 7:30 7:45 ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ എനിക്ക് പാത്രമൊക്കെ കഴുകി വയ്ക്കാൻ ഒരു മൂഡുണ്ടായില്ല. അപ്പോൾ ഞാൻ അതൊക്കെ സിങ്കിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ പോയി കിടന്നത് കേട്ടോ. അങ്ങനത്തെ ചില ദിവസങ്ങളും നമുക്ക് ഉണ്ടാവാറുണ്ട്. എന്നും ഒരേപോലെ തന്നെ ആയിരിക്കില്ലല്ലോ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലേ. ചിലപ്പോൾ നമുക്ക് ക്ഷീണവും തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചില ദിവസങ്ങളിൽ മടി പിടിക്കും. മടി എന്ന് പറഞ്ഞ സാധനം പൊതുവേ കൂടുതലാണ്. പക്ഷേ അടുക്കള ഞാനങ്ങനെ വൃത്തികേടാക്കി ഇട്ടിട്ട് കിടന്ന് ഉറങ്ങാറില്ല. വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനൊരു സംഭവം നമ്മുടെ ലൈഫിൽ നടക്കുന്നത്. അത് മനുഷ്യ സഹജമാണ് അല്ലേ എല്ലാതും. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കാം കേട്ടോ. എൻ്റെ അമ്മയൊക്കെ അടുക്കളയിൽ പാത്രങ്ങൾ അങ്ങനെ ഇട്ടിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയൊന്നും ഇല്ല കേട്ടോ. ആളെല്ലാതും കഴുകി കമത്തി വയ്ക്കും. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ചില പാത്രങ്ങളൊക്കെ ഞാൻ നേരെ എന്താ പറയുക മലർത്തിയും വെക്കും കേട്ടോ. ചിലപ്പോൾ നമ്മുടെ സൗകര്യക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൊണ്ടും അങ്ങനെ വെക്കാറുണ്ട്. പക്ഷെ അമ്മയൊക്കെ എല്ലാതും കഴുകി കമത്തി വെച്ച് പിറ്റേ ദിവസത്തേക്ക് അതിലത്തെ വെള്ളമൊക്കെ വാർന്നു പോയിട്ട് അത് നല്ല ഉണങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ അമ്മയ്ക്ക് ഇതുപോലെ പാത്രങ്ങളൊക്കെ നന്നായി വൃത്തിയിലിരിക്കണം എന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധം. അങ്ങനെ കരി പിടിച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ വൃത്തികേടായിട്ടിരിക്കുന്നതോ ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മയുടെ ആ ഒരു സ്വഭാവമൊക്കെ എനിക്ക് ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കങ്ങനെ പാത്രങ്ങളൊക്കെ വൃത്തികേടായിട്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാനത് നല്ല വൃത്തിയാക്കി കരിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ കളഞ്ഞ് നന്നായി തേച്ച് മൂറിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഹിന്ദു ശാസ്ത്രപ്രകാരം ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന ഒരു ഇടമാണ് നമ്മുടെ അടുക്കള എന്ന് പറയുന്നത് അല്ലേ. അടുക്കള വൃത്തിയായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പണ്ടേ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അത്രത്തോളം സത്യമാണ്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വിശ്വാസമാണ് കേട്ടോ. ലക്ഷ്മി ദേവി ഒരിടത്തും സ്ഥായിയായിട്ട് നിൽക്കില്ല എന്നാണ് പറയുക. അതായത് എന്താ പറയുക, ഇന്നിപ്പോൾ ഒരാൾ പണക്കാരനാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം അയാൾ ദരിദ്രനായിരിക്കും. അല്ലെങ്കിൽ ഒരു ദരിദ്രനായിട്ടുള്ള ആൾ എപ്പോഴാണ് പണക്കാരനാവുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ലക്ഷ്മി ദേവി എന്ന് പറയുന്ന സങ്കല്പം എപ്പോഴും നമ്മുടെ വീട്ടിലത്തെ വൃത്തിയും അതുപോലെ തന്നെ അടുക്കള സൂക്ഷിക്കുന്നതും, അടുക്കളയൊക്കെ നമ്മൾ സ്ഥാനം നോക്കിയിട്ടല്ലേ എപ്പോഴും വെക്കുക. ഇന്ന ദിശകളിലേക്കാണല്ലോ നമ്മൾ അടുക്കളയുടെ സ്ഥാനമൊക്കെ വെച്ചിട്ടുള്ളത്.
അതൊക്കെ ഈ ഒരു വാസ്തുശാസ്ത്രപ്രകാരം നമ്മളെല്ലാതും നോക്കിയിട്ട് ചെയ്യണതാണല്ലേ. എത്ര വിശ്വാസമില്ല എന്ന് പറഞ്ഞ് വീട് വെക്കുന്ന ഒരാളാണെങ്കിൽ കൂടിയിട്ട് എപ്പോഴും നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറുതല്ല അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ്, എപ്പോഴും ആ ഒരു വാസ്തുവൊക്കെ നോക്കി ഇന്ന സ്ഥാനത്ത് ഇന്നത് വരാൻ പാടില്ല, അതുപോലെ കന്നിമൂല എന്നൊക്കെ പറയണൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ എത്ര വിശ്വാസമില്ല എന്ന് പറയുന്ന ആൾ പോലും ഒരു വീട് വെക്കുള്ളൂ. അമ്മയ്ക്ക് കാന്താരി മുളക് ഉണ്ടാകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊട്ടിച്ചൊക്കെ ഞാൻ വെക്കുന്നുണ്ട്, മറന്നില്ലെങ്കിൽ ഇന്ന് ഡാൻസിന് പോകുമ്പോൾ ഉച്ചയ്ക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം. എൻ്റെ ഒരു ഓർമ്മശക്തി വിചാരിച്ചിട്ട് എനിക്കറിയില്ല അതവിടെ എത്തുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഏട്ടനും ഇതുപോലെ നമ്മൾ സ്വർക്കയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നിങ്ങളോട് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ വരുന്നുണ്ട്. ആൾ ഏപ്രിൽ 5-ാം തീയതി എത്തും കേട്ടോ. ആകെ വളരെ കുറച്ച് ദിവസം ഉണ്ടായിരിക്കുള്ളൂ, ഒരു 10-15 ദിവസമൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. നമുക്കൊരു കല്യാണം ഉണ്ട്, കല്യാണത്തിന് പോകണം. അതുകൂടാതെ വിഷു ഇപ്രാവശ്യം നാട്ടിൽ നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. അറിയില്ല, എല്ലാതും എന്താ പറയുക, നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളല്ലോ അല്ലേ, നാളെ എന്ത് സംഭവിക്കുന്നെന്നും അറിയില്ല. എന്നാലും നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഈ ഒരു ഉണ്ടമുളക് ഉണ്ടല്ലോ, ആളുടെ ആകെ ഒരൊറ്റ തൈ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കാന്താരി മുളകും അതുപോലെ തന്നെ നാടൻ മുളകൊക്കെ ഞാൻ പാവിച്ചിട്ടുണ്ട്. അത് നമ്മൾ എന്താ പറയുക, കുഞ്ഞ് തൈ ഉണ്ടായി വരുന്നേ ഉള്ളൂ. പക്ഷെ കാന്താരി മുളക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. മെയിൻ എക്സാം, ആനുവൽ എക്സാം തിങ്കളാഴ്ച. അപ്പം അത് എഴുതണില്ലാന്ന്. കുട്ടി 5-ാം ക്ലാസ്സിൽ തോറ്റു. 25 പൊട്ട പരീക്ഷയിൽ മെയിൻ എക്സാം എഴുതണ്ടേ. അടിയം ബുജു എൻ്റെ ഭാവി CA അല്ലാന്ന്, എൻ്റെ ഭാവി ക്രിക്കറ്റിലാണ്. അതുകൊണ്ട് ഞാൻ ക്രിക്കറ്റ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ഞാൻ പഠിക്കുക, അതാണ് എനിക്ക് പറഞ്ഞു വരുന്നത്. ഇവിടെ പായുവാണെങ്കിലും കുട്ടുവാണെങ്കിലും പറയണ ചില വാക്കുകൾ കേട്ടാൽ നമുക്ക് ചിരി വരും കേട്ടോ. ഇത് നമ്മുടെ അമ്പലത്തിലത്തെ ശിവരാത്രിയുടെ എന്താ പറയുക, ഇതിനെ നോട്ടീസ് വന്നത് തന്നെ കേട്ടോ. ഞാൻ അനക്കായിരുന്നു, നമ്മുടെ കയ്യിലൊരു കൊടുത്തിട്ട് പോയി. അപ്പോൾ നാടകമൊക്കെ ഉണ്ട്. നാടകം കഴിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. എനിക്കത്ര വലിയ ഇഷ്ടമില്ല കേട്ടോ നാടകം എന്ന് പറയുന്ന സംഭവം. എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ബോറടിക്കും. കഴിഞ്ഞ കൊല്ലത്തെ നാടകം എനിക്ക് ഇഷ്ടമായില്ലായിരുന്നു. പക്ഷേ ചിലരൊക്കെ പറയണ്ടായിരുന്നു നന്നായിരുന്നു. പക്ഷേ എനിക്ക് വലിയ താല്പര്യമായില്ല. എൻ്റെ അമ്മൂട്ടിയാണ് കേട്ടോ ഇന്നത്തെ ക്യാമറാമാൻ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ കലാവിരുദ്ധകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മൂട്ടിയുടെ എന്താ പറയുക, എല്ലാ കഴിവുകളും ഇവിടെ ഇറക്കുന്നുണ്ട്. ആരും എൻ്റെ അമ്മിപ്പുറത്തേക്ക് നോക്കരുത്. ഇല്ല കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. അത് ഞാൻ ആ ഒരു എന്താ പറയുക, നമ്മുടെ വാതിലൊന്ന് പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ ബ്രഷ് അവർ കഴിഞ്ഞ പ്രാവശ്യം പെയിൻ്റ് അടിച്ചിട്ട്, അതായത് നമ്മുടെ ശരി വന്നിട്ടുണ്ടായിരുന്നല്ലോ ജനാല ശരിയാക്കാൻ വേണ്ടിയിട്ട്, ആളത് പെയിൻ്റ് അടിച്ചിട്ട് പെയിൻറ്റ് കളയാണ്ട് അവിടെ ഇട്ടിട്ടാണ് പോയിട്ട് ആ ബ്രഷും ആ പെയിൻറ്റ് ഉണങ്ങി പിടിച്ചു. അപ്പോൾ ഞാനത് ആ ഒരു ടെർപ്പൻറ്റെയിൻ അങ്ങനെ തന്നെയല്ലേ പറയാം, അതിൽ മുക്കി ചിരിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് അതവിടെ ഇരിക്കുന്നത്. പിന്നെ ഒരു കടലാസ് ഉണ്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട്. പായുമ്പോൾ കൊതുകിനെ കൊല്ലണ ബാറ്റും കൊണ്ടുവച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ കച്ചറപ്പിച്ചറ സാധനങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് പുട്ടാണ് കേട്ടോ. ഞാൻ ഇന്നലെ ആർച്ചയുടെ കടയിൽ നിന്ന് പുട്ടുപൊടിയും അതുപോലെ ഗോതമ്പ് പൊടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടുപൊടി ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കണം. ഗോതമ്പ് പൊടിയൊക്കെ പിന്നെ സ്ഥിരം നമ്മൾ വാങ്ങിക്കുന്നത് തന്നെയാണ് കേട്ടോ. പുട്ടുണ്ടാക്കാൻ വേണ്ടി പൊടി എടുക്കുന്ന സമയത്താണ് ഒരു ബോധോദയം വന്നത്. നമ്മൾ എന്നും വെള്ളപ്പുട്ടല്ലേ കഴിക്കണേ, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് നീലപ്പുട്ട് കഴിക്കാമെന്ന്. നമ്മുടെ ശംഖുപുഷ്പത്തുമ്പോൾ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഫുൾ ടൈം എന്താ പറയുക, ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമല്ല കുടിക്കുന്നത്. ഒരു ചായ പാത്രത്തിൽ നമ്മളത് തിളപ്പിച്ചിട്ട് അത് കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമ്മുടെ വെള്ളം തന്നെ കുടിക്കും. അപ്പം അതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു.
എൻ്റെ പരീക്ഷണത്തിൻ്റെ അവസാനം എൻ്റെ മോള് പറഞ്ഞു, ചെറുതുണ്ടല്ലോ, അമ്മ ഇനി ഈ പുട്ടുണ്ടാക്കണ്ട, നമ്മുടെ സാധാരണ പുട്ടന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന്. കാരണം ഞാൻ കുടിക്കാൻ തിളപ്പിച്ച വെള്ളത്തിലാണ്, അതായത് നമ്മുടെ ശംഖുപുഷ്പം ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടാണ് അത് കുതിർത്ത് വെച്ചത്. അപ്പോൾ കളർ വന്നില്ലടാ. അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയണില്ല. ഞാൻ ഇപ്പം നിങ്ങൾ കാണില്ലേ ആ വെള്ളം, അതന്നെ ചെറിയ രീതിയിലൊരു നീല കളർ ഉണ്ട് കേട്ടോ. പക്ഷേ ആ നീല കളർ ഒഴിച്ചിട്ടും ചെറിയ രീതിയിലൊരു കളർ വ്യത്യാസം വന്നു എന്നല്ലാതെ നമ്മൾ ഈ ഒരു റീൽസിലും ഷോർട്സിലൊക്കെ കാണുന്ന രീതിയിൽ വളരെ ഗംഭീരമായിട്ടുള്ള നീല കളറോട് കൂടിയ പുട്ട് നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ചെറിയൊരു ലൈറ്റ് കളർ നിങ്ങൾക്ക് കാണില്ലേ, ഒരു നീല കളർ, ആ ഒരു ഷെയ്ഡ് തന്നെ ഉള്ളൂ. അപ്പോൾ പായോനോട് പറഞ്ഞു, അമ്മ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ഇനി ഉണ്ടാക്കിയാൽ മതി, ഇനി മേലെ ഈ പുട്ടുകൂടി ഉണ്ടാക്കരുത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട്, സിമെൻ്റൊക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട. ഒരുത്തിവിടെ എനിക്കിതാ വന്നിരിക്കണല്ലോ കേട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഷൊത്താണ് നമ്മുടെ ശംഖുപുഷ്പം പൊട്ടിച്ചത്. ഞാൻ വെള്ളം കൂട്ടിയ കാരണം അമ്മൂട്ടിതാ ലാഡറും കയറുന്ന മുകളിൽ നിന്നുള്ളത് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. താഴെതൊക്കെ ഞാൻ പൊട്ടിച്ചായിരുന്നു. ഏതാ? അയ്യോടെ ആമുട്ടിയെ ചെറുതുമെന്ന് അറിയണ്ടായിരുന്നു എന്ന്. അപ്പം അതും പൊട്ടിച്ചിട്ട് പോരെ. അമ്മൂനിപ്പോൾ ട്യൂഷനുണ്ട് കേട്ടോ. ഫുഡായിട്ടില്ല. ഞാൻ ആ ചെടി നനയ്ക്കാനൊക്കെ നിന്നോണ്ടേ പിന്നെ ആ വെള്ളം ചൂടാറണമായിരുന്നു. ഭയങ്കര കൊട്ടണ ശബ്ദമല്ലേ, പൊളിക്കുന്നതാണ് കേട്ടോ. ഒരു തറ പൊളിച്ചുകൊണ്ടിരിക്കുന്നു അമ്പലത്തിൻ്റെ ഉള്ളിലെത്തി. അടിയിലത്തെ പൊട്ടിച്ചതന്നാ. ചേട്ടൻ ഇവിടെ നനച്ചിട്ടുള്ളൂ കേട്ടോ. അതാണ് ഇവിടെ നനഞ്ഞെടുക്കുന്നുണ്ട്. ചേട്ടൻ്റെ വക നന കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ എനിക്ക് പകുതി ആശ്വാസം കേട്ടോ. ചേട്ടൻ നനയ്ക്കുന്ന ദിവസം ഞാൻ ഫ്രണ്ടിൽ നനയ്ക്കില്ല. എന്താ കഴിഞ്ഞ അടിയിലത്തെ പൊട്ടിച്ചോ? പിന്നെ മുകളിലുള്ളത് അത് പറ്റൂല. മാവിൻ്റെ മുള്ള അതൊന്നും പറ്റില്ല. അടിയിലുണ്ട്. അപ്പുറത്തെ സൈഡിൽ ആ കുഞ്ഞേതുമെന്ന് അറിയണ്ടായിരുന്നു. നല്ല നിറയെ പൂട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ ഈ ഏരിയ. നോക്കി പറയുമ്പോൾ നമ്മുടെ ഇങ്ങനെ വരുമ്പോൾ ഒരു കാട് പോലെ അല്ലേ, ഇങ്ങനെ കാണുമ്പോൾ കാടം പോലെ അല്ലേ. മാവ്, അതിൻ്റെ അപ്പുറത്ത് ശംഖുപുഷ്പം, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മുളക്കുട്ടൻ. നല്ല രസമില്ലേ ഇങ്ങനെ ഇങ്ങനെ നല്ല രസമാട്ടാ. ആ ഒരു സ്ക്വയർ പോലെ, പോലെ അല്ല, ഒരു സ്ക്വയർ പോലെ മടക്കി കിട്ടാം ലാഡർ. ഇത് മതി കുറച്ച് വെള്ളത്തിലാക്കാം നമുക്ക്. മടക്കിയൊക്കെ കിട്ടി ഇടി കിട്ടും നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന്. നല്ല അങ്ങനെ നമ്മൾ അടുത്ത പരീക്ഷണാർത്ഥം വീണ്ടും അതിൽ ഞാൻ കുറച്ചും കൂടെ പൊടിയിട്ടു. അതും കൂടാണ്ട് വെള്ളം എക്സ്ട്രാ ഒഴിച്ചു കേട്ടോ. അവസാനം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ വെള്ളം കൂടിയിട്ട് നമ്മുടെ പുട്ട് എന്താ പറയുക, മരക്കുറ്റി പോലെ ആയിട്ടുണ്ടായിരുന്നു. അതാണ് പായി പറഞ്ഞത്, അമ്മ മേലിൽ ഇനി പുട്ടുപൊടി ഉണ്ടാക്കരുത് എന്ന്. അമ്മൂട്ടിക്ക് സമയമില്ലാത്തതുകൊണ്ട് അമ്മൂട്ടി എന്ത് ചെയ്തു, അവലോസ് പൊടിയും പഞ്ചസാരയും കൂടി ഇട്ട് കഴിച്ചിട്ട് അവൾ ട്യൂഷന് പോയിട്ടാ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടാണ് മൂപ്പരാൾ ഭക്ഷണം കഴിച്ചത്. പായുവിനെ ഞാൻ അതിനിടയ്ക്ക് ഡാൻസ് ക്ലാസ്സിൽ കൊണ്ടാക്കി. അതായത് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവൾക്ക് ഇനി ഉച്ചക്കലേക്കുള്ള ഫുഡും കൂടെ കൊണ്ടുപോകണമായിരുന്നു. അപ്പോഴേക്കും നമ്മൾ ചോറും പയറ് കൂട്ടാനൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവർക്കുണ്ടല്ലോ നമ്മുടെ പുട്ടിൻ്റെ ഒപ്പം നമ്മൾ സാധാരണ എന്താ കഴിക്കുക, പഴം അല്ലെങ്കിൽ ചെറുപയർ, പപ്പടം, അതൊക്കെയല്ലേ കഴിക്കുക. ഇവിടെ പിള്ളേർക്ക് ഞാൻ ഇന്നാൾ നമ്മുടെ സാധാരണ പയറില്ലേ, ഉണക്കപ്പയർ, അതിട്ടിട്ട് കൂട്ടാൻ വെച്ചിട്ട് പുട്ടുണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിന്ന് വേറെ എന്തെങ്കിലും പഴം വാങ്ങിക്കാം, പിന്നെ കറിക്ക് ഉരുളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ വിചാരിച്ചത്. അപ്പോൾ അമ്മൂട്ടി പറഞ്ഞു, അമ്മ പുട്ടുണ്ടാക്കുകയാണെങ്കിൽ ആ പയർ വെച്ചാൽ മതി, അതാ ടേസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കുട്ടി പറഞ്ഞതല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുണ്ടാക്കി. എനിക്ക് പിന്നെ എളുപ്പപ്പണി അതൊക്കെ തന്നെയാണ്. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്ത നീലപ്പുട്ട് വീണ്ടും വെള്ളപ്പുട്ടായിരിക്കുന്നു ഗൈസ്. വെള്ളയില്ല, വേറെ എന്തോ ഒരു കളറുണ്ട് കേട്ടോ. അതുമ്പേ അത് നീലയല്ല വെള്ളയല്ല എന്നുള്ള രീതിയിലുള്ളൊരു കളറാണ്. സുന്ദരി ഡാൻസിന് പോകണട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ചു, പുട്ടൊക്കെ കഴിച്ചു കേട്ടോ. പക്ഷെ ഭായിന് അത്രയ്ക്ക് ഇഷ്ടമായില്ല പുട്ട്. ഭായി പറയാ പണ്ടത്തെ പുട്ട ഇഷ്ടമൊന്നും അല്ലേ. അത് ഇത്തിരി വെള്ളം കൂടി ഉണ്ടാകുന്നു കേട്ടോ. ഞാൻ നീല കളർ വരാൻ വേണ്ടി വെള്ളം കോരി ഒഴിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ചേച്ചി ലാഡർ അവിടെ തപസ്സിന് വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലേ. ഇത് മടക്കാൻ ഒരാൾ വരേണ്ടി വരും. ആര് പോലീസുകാരെന്ന് തൊട്ട് പറഞ്ഞ ഭായിൻ്റെ അടുത്ത്
യൂണിഫോം വായി പേടിച്ച് പോയി. അവിടെ പോലീസുകാരൊക്കെ ഉണ്ട്. പോലീസുകാർ പറഞ്ഞു വെക്കുക എന്താ യൂണിഫോം ഇടാത്തത്. പക്ക ടാറ്റാ അമ്മ ഉച്ചക്ക് വരാട്ടാ അമ്മ. ഞാൻ ഇന്നലെ പായന ഡാൻസിന് കൊണ്ടാക്കിയിട്ടേ നഴ്സറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ചെടി കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിച്ചതാണ് ഈ ചെടികളൊക്കെ. ആയിരിക്കണ വെള്ള ചെടി ഉണ്ടല്ലോ, അതെനിക്ക് ആൾ ഫ്രീ ആയിട്ട് തന്നതാണ്. ഇപ്പോൾ ചെടി പ്രാന്തായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നഴ്സറിയിൽ പോയിട്ട് ഓരോന്നൊക്കെ വാങ്ങിയിട്ട് വരുന്ന കാരണം എന്നെപ്പോൾ പരിചയമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ കട്ടിങ്സും ആൾ ഫ്രീ ആയിട്ട് തന്നു. ഇതിൻ്റെ പൈസയൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ആ വെള്ള ചെടിക്ക് ചെറിയൊരു വാട്ടമുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷേ കട്ടിങ്സൊക്കെ എനിക്ക് പൈസ ഇല്ലാണ്ട് തന്നതാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. ഇത് ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് റൂമിലേക്ക് റൂമിലേക്കല്ല, അടുക്കളയിലേക്ക്. ഭയങ്കര ലൈറ്റ് കുറവുണ്ട്, പക്ഷെ അത് ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി വാങ്ങിക്കേണ്ടി വരും. മറ്റേ അതുണ്ട് കേട്ടോ, അത്യാവശ്യത്തിനുണ്ട്. ഓ ഇതിന് പ്രജിമാമനെ വിളിക്കണം ചെയ്യണമെന്ന് വെച്ചാല് നോക്കട്ടെ. അതിന്റെ വയറെങ്ങനെ കൊടുത്തത് കാണില്ല. നീ എഡിറ്റ് വായോ കാണണമെങ്കില്. അതിനമ്മ ലൈറ്റ് തല തിരിച്ചല്ലേ പിടിച്ചിട്ടുള്ളേ. അല്ല അതിങ്ങനെയാണ്. മറ്റോണം പിടിക്കുമ്പോ ഒന്നും കാണില്ല. അതിന്റെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ അതിന്മ കണക്ട് ചെയ്യാനുള്ള സംഭവം തോന്നുന്നുണ്ട്. അത് കേടാക്കണ്ടാട്ടോ. അത് കണക്ട് ചെയ്യാനുള്ള സംഭവം കേട്ടോ. എന്താ കുട്ടിക്ക് സാരിട്ടിനായിരിക്കണത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്യാം. ഞാൻ കുട്ടിക്ക് റൂമിലേക്ക് വേണമെന്ന് പറയണ്ടായിരുന്നു. ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എടുത്തോട്ടെ. അപ്പൊ ഇതൊരെണ്ണം കേട്ടോ. അപ്പൊ ഭയങ്കര ഇരുട്ട് പോലെ ഇപ്പൊ അടുക്കള ഒരു സുഖല്ലേ. എനിക്ക് വെട്ടം ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ തോന്നും. റിംഗ് ലൈറ്റ് ഞാൻ വെക്കാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ റിംഗ് ലൈറ്റ് ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്കിങ്ങനെ നേരം കൂടി ലൈറ്റൊക്കെ ഇട്ട് മാറ്റി വെച്ച് വരുമ്പോൾ തലക്കിടാൻ തുടങ്ങി. പിന്നെ അതൊക്കെ ചെയ്തു വരുമ്പോൾ ഭയങ്കര എന്താ പറയുക, നമുക്ക് പെട്ടെന്ന് കാലത്ത് പണികളൊക്കെ കഴിക്കണമല്ലോ ഒരു സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും. അത് ചെയ്തു വരുമ്പോഴേക്കും കുറേ നേരം പിടിക്കും. ലൈറ്റ് അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് വെക്കലൊക്കെ ചെയ്തു വരുമ്പോഴേ. ഇത് ഇത് ഞാൻ നമ്മുടെ അവിടെ ഇരിക്കുന്ന ആ ഒരു സ്പൂണൊക്കെ ഇരിക്കുന്നില്ലേ, അതൊക്കെ അടച്ചു വെക്കുന്ന രീതിയിലൊരു പാത്രം കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇതിൽ സ്പൂണുകൾ മാത്രമേ കയറുള്ളൂ കേട്ടോ, കയ്യിൽ കയറൂല. എനിക്ക് മെയിനായിട്ട് വലിയ കൈകളുണ്ടല്ലോ, അത് കയറ്റി വയ്ക്കാനായിരുന്നു. നമുക്ക് ഇനി എടുക്കാൻ സുഖമാണല്ലോ. അടിയിൽ വയ്ക്കാച്ച് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് അതില് കുറച്ച് കട്ടയായിട്ടാണോ ഉള്ളേ? കട്ടോ കട്ട കട്ടിയായിട്ടോ? പാർട്ടീഷൻ ചെയ്തിട്ടാ? പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നല്ലതാട്ടാ സംഭവം, നല്ലതാ. അടിയിൽ ഇങ്ങനെ വെള്ളം ഊർന്ന് പോകാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിങ്ങനെ ദൂരെടുത്തിട്ട് ആ വെള്ളം കളയാണ്ട ഹോള് കണ്ട. എന്റെ മറ്റേ നമ്മുടെ ആദ്യത്തെ അതിൻ്റെ അകത്ത് ആ വെള്ളം നിന്നിട്ട് ഒരു മാതിരിയായില്ലേ. അപ്പൊ ഇത് വെള്ളം പോകാനുള്ളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്പൂണുകളും കത്തി സാധനങ്ങളൊക്കെ ഇതിൽ കൊള്ളൂട്ടാ. അപ്പൊ അതിങ്ങനെ ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. ഇന്ന് നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ? റെഡും വൈറ്റും. എന്താ അടുക്കളയുടെ കളർ കോമ്പിനേഷൻ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വാങ്ങിക്കണേ. എനിക്ക് എന്റെ അത്തിയുടെ വലുത് കിട്ടിയ സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷെ വലുതില്ലാന്ന് തോന്നുന്നു. ഇതിന്റെയൊക്കെ റേറ്റ് എത്രയൊക്കെയാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷെ അധികം റേറ്റ് ഒന്നുമില്ല കേട്ടോ. വളരെ അധികം റേറ്റ് ഇല്ലാണ്ട് വളരെ കുറഞ്ഞ റേറ്റിനുള്ളത്. ഇത് എന്തോ ഒരു പാത്രം അങ്ങനെ എന്തോ ആണ് കേട്ടോ. പാത്രല്ല, ബൗള്. ഇത് നമുക്ക് അടുക്കളയുടെ ഉള്ളില് മണി പ്ലാന്റ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. നമ്മള് ലൈറ്റ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് വരുമ്പോ മണി പ്ലാന്റ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബുഷ് പോലെയൊക്കെ വെച്ചിട്ട് അതവിടെ സെറ്റ് ചെയ്യും. എത്ര ദിവസം ഉണ്ടാവും എനിക്ക് അറിയില്ല കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലേ. അമ്മൂട്ടിക്ക് ഒരു ചെടിച്ചട്ടി പോലെ ഉണ്ടല്ലേ. അമ്മൂട്ടിക്ക് എന്തെങ്കിലും ഇട്ടൊക്കെയാണ് വേണത്. ബോക്സ് ആയിട്ട് കണ്ട. അല്ലാണ്ട് തന്നെ കുറെ സാധനങ്ങളുണ്ട് എന്റെ കയ്യില്. നല്ല വേണം എടുത്ത് വെച്ചോ. ഇത് നമുക്ക് നമ്മുടെ പൂജാ റൂമിലേക്ക് കേട്ടാ. പൂക്കൾ. പക്ഷേ ഞാൻ പെയിന്റ് അടിക്കണം എന്ന് വിചാരിച്ചിട്ട് പെയിന്റ് അടിക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് പെയിന്റ് അടിച്ചാലോ?
പെയിന്റ് അടിച്ചാലോ? നമുക്ക് രണ്ടാക്കുക. യാ. ഓ മഞ്ഞ ഓറഞ്ചും ഇത് ഞാൻ മീഷോ വാങ്ങിച്ചേട്ടാ. അതിന്റെ ഗുണഗണങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. എന്തേ? ഇത് പ്ലാസ്റ്റിക്കിനുണ്ടാ, നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ കവറില്ലേ കുട്ടിയെ? അത് എനിക്ക് മനസ്സിലായി, ഞാൻ മറ്റേ പരസ്യത്തിൽ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടുണ്ടോ? യാ. നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ കവറില്ലേ, അതിങ്ങനെ കുഞ്ഞു 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 കഷ്ണങ്ങളാക്കിയിട്ട് വെട്ടിയിട്ട് അതൊരു പൂ പോലെ ഇങ്ങനെ കോർത്തിട്ടിരിക്കുന്നുണ്ട്. ഞാനിത് ഇങ്ങനത്തെ അല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഒറിജിനൽ ആയിരിക്കുന്ന വിചാരിച്ചേ. ഒറിജിനൽ ആച്ചാൽ ഫ്രഷ് പൂവല്ല ഞാൻ പറയണത്. നമ്മുടെ ഇവിടേക്കുള്ള ഈ പൂക്കളൊക്കെ ഇല്ലേ, തുണി കൊണ്ടുള്ളത്, ഞാൻ അങ്ങനെ വിചാരിച്ചേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ഇപ്പൊ തൂക്കണ്ട, റിട്ടേൺ അടിക്കാൻ പറ്റില്ല. കാരണം ഇത് വന്നിട്ട് കുറെ നാളായി. അതിന്റെ ഡേറ്റ്, റിട്ടേൺ അടിക്കേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. നമുക്കേ മുകളിൽ അമ്മയുടെ വീഡിയോ എടുക്കുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്യാം. ഇത് കൊറേ ഉണ്ട്. ഓണത്തിന് നല്ലതമ്മ. ആ ഓണത്തിനകത്തല്ല, നമുക്ക് വിഷുവിനും. പക്ഷെ ഇത് കണ്ടാകെ കൊഴിയൂട്ടാ. അത് കൊഴിച്ചിട്ട് എടുത്തിട്ടൊക്കെ വെക്കേണ്ടി വരും. ഡെയിലി ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ക്വാളിറ്റി ഇല്ല. പെരയിലൊക്കെ നിറയെ ആയിട്ടുണ്ട് കേട്ടാ. എന്നോട് അടിക്കാൻ പറയരുത്. നീ തന്നെ അടിക്കണം പെര. ഇല്ല കേട്ടാ, ക്വാളിറ്റി ഇല്ലാത്ത സാധനം കേട്ടാ. അതെ, ക്വാളിറ്റി ഇല്ലാത്ത സാധനം. ഇതെങ്ങനെയുണ്ടെന്ന് ദൈവത്തിനറിയാം. ഇതെവിടെന്നാ? മീഷോ തന്നെ. ഞാൻ തുണിയുടെ വിചാരിച്ചിട്ട് വാങ്ങിച്ചത്. ഇത് മീഷോ തന്നെയാണ്. ഇതൊക്കെ ഫ്ലിപ്കാർട്ടാണ്. അത് മൂന്നും കാണിച്ചത് ഫ്ലിപ്കാർട്ടാണ്. മീഷോ ഒന്നല്ല അമ്മക്ക് മറ്റേ തുണിയോട് വന്നത്. ഇത് നല്ലതാട്ടാ. ഇതെന്തിനാ? ഇത് നമുക്ക് സെറ്റ് ആയില്ലേ? എനിക്ക് ഇഷ്ടമായില്ല. ഇതാണ് എനിക്ക് വേണ്ടിയിരുന്നത് ശരിക്കും. കൊന്നപ്പൂവാ? കൊന്നപ്പൂവ്. ഇതെനിക്ക് പൂജ റൂമില് നമ്മുടെ വാതിലിന്റെ അവിടെ ഞാത്തിടാനാട്ടാ. രണ്ട് സൈഡിലും ഞാത്തിടാൻ വേണ്ടിട്ടാ. അത് ഈ തിക്കിലേക്കാണ് ഭംഗിയല്ലോ. എടുക്കണാണോ? ആ തിക്കാണ് ഭംഗി. നല്ലടി ഭംഗിൻ്റെ വേണം. അത് രണ്ട് ഓരോ ട്രിപ്പും കൂടെ വാങ്ങിക്കും. ഞാൻ നല്ല ഭംഗിയില്ലേ അതിൻ്റെതാ. അടുത്തമ്മ ഒരു പൂത നിലത്ത് എടുക്കണ്. പൂക്കൾ കൊഴിയുണ്ട് കേട്ടോ. പൂക്കളൊക്കെ കൊഴിയുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടമായിട്ടാ. എനിക്ക് ഇഷ്ടമായി. ഇത് കാശിന് കൊള്ളൂല സാധനം. റിട്ടേൺ പറ്റൂല. ഇതാണ് എന്തെങ്കിലും സാധനങ്ങൾ വന്നാൽ നമ്മൾ അപ്പം തന്നെ പൊട്ടിച്ചോക്കെന്ന് പറഞ്ഞാൽ റിട്ടേൺ ഡേറ്റ് നോക്കി നോക്കട്ടെ. കഴിഞ്ഞിട്ടുണ്ടാവും മിക്കലും. ഇപ്പം എത്ര ദിവസമായി? കുറേ ദിവസമായില്ല എന്നിട്ട്. അപ്പം ഇതൊക്കെ ഉണ്ടാകും നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. അപ്പം ഞാൻ എൻ്റെ പൂജാറൂമൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ വെച്ച് ഞാൻ ഡെക്കറേറ്റ് കുറേ ഇതായില്ലേ പ്ലാസ്റ്റിക്. അയ്യോ ഓക്കെ അങ്ങനത്തെ എടുത്തേക്കാം. നമുക്ക് വേണ്ട, നമ്മുടെ അതിൻ്റെ കാർബോർഡിൻ്റെ ഉള്ളിലിട്ടേക്കാം. കുറേ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടേക്കാം. അത് പോണതിൻ്റെ അടുത്ത് കൂടെ മുട്ടിക്കുമ്പോൾ ഓക്കെ നിർത്തിക്കോ.